You are listening to Kerala's number 1 FM, Club FM. This is Love Bites with Renu. എന്റെ കൂടെ അരുൺ ഒരു ഫ്രണ്ട് വഴിയാണ് ഇഷ്ടം അറിയിച്ചത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്നിട്ട് അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ കാര്യം നമുക്ക് ഇഷ്ടമാണ്. മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു രാത്രി വല്ലപ്പോഴൊക്കെ. അത് കഴിഞ്ഞ് ഒരിക്കല് ഞാൻ എന്തോ ഒരു വഴക്കുണ്ടായ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അന്തസ്സായിട്ട് വന്ന് ഞാൻ പെണ്ണാലോചിക്കുള്ളൂ ഒക്കെ അങ്ങ് പറഞ്ഞു. കൊച്ചു കള്ള. എന്നിട്ട് അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു. അതെ, എന്റെ ഫ്രണ്ട് തന്നെയാണ്. ആ ഫ്രണ്ട് എന്നോട് വഴക്കുണ്ടാക്കി ഒരു കാരണവുമില്ലാതെ. അപ്പൊ ഞാൻ എന്താ കാരണം എന്നറിയാൻ വേണ്ടി പറഞ്ഞപ്പോ ഇങ്ങനെ ഈ സംഭവം എന്നെ എടുത്തിട്ടു. എനിക്ക് ഭയമായിരുന്നു, കാരണം എങ്ങനെയായിരിക്കും അവള് എടുക്കാന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഭയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫ്രണ്ടിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല എന്ന് കുറെ നേരം പറഞ്ഞു. പക്ഷെ അവസാനം എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ എല്ലാം പൊട്ടിത്തെറിച്ച് പറഞ്ഞു. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, അവളില്ലാതെ ഞാൻ ജീവിക്കത്തില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഫ്രണ്ട് പറയാ അവള് എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്ന സമയത്ത് വേറൊരു പയ്യനെ പുറകെ നടന്നു, പക്ഷെ അവനേക്കാൾ ഇഷ്ടം ഞാനെന്ന് അവള് പറഞ്ഞു. അപ്പൊ ഇയാളുടെ പുറകെ ഇത്രയധികം പെമ്പിള്ളേര് നടക്കാൻ ഇയാൾ ഇത്രയ്ക്കൊരു ശ്രീകൃഷ്ണനാണോ? ഏയില് ഒരാത്മാർത്ഥതയില്ല. എനിക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. Be with me in Love Bites on Club FM. അരുൺ, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കൂടെ റീനു. പല പെൺകുട്ടികൾക്ക് ഒരുമിച്ച് പ്രണയം തോന്നാൻ പാകത്തിന് എന്താണ് താങ്കളിലുണ്ടായിരുന്നത്? ഇന്ന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ചോദിക്കുന്നത് അരുണിന്റെ അടുത്താ. പറയ ഞാനും അറിയട്ടെ. കോളേജിൽ ആർട്ട് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. നമ്മുടെ കൊച്ചുകല്ല, കലാകാരനാണ്. എല്ലാം മനസ്സിലായി, ഇനി ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് ഈ മോളൂട്ടിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് കൊടുത്താലോ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ അരുണിന് വേണ്ടി മോളൂട്ടിക്കായിട്ട് ഒരു പാട്ട്. ദേ, ഇതുപോലെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണോ എന്ന മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്പറും ഫോമാറ്റും ഈ പാട്ട് കഴിഞ്ഞ് കിട്ടും. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ജീവിതകാലം മുഴുവനും നമ്മളെ സ്നേഹിക്കാത്തവരുമായി കഴിയുന്നതിനേക്കാളും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുമായിട്ട് കുറച്ചു നേരം ചെലവിടുമ്പോഴാണ് ജീവിതം മനോഹരമാക്കുന്നത്. എപ്പോഴാ ഈ മനോഹാരിത അനുഭവപ്പെടുന്നേ? ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഈ മനോഹാരിത അനുഭവിക്കണമെങ്കിൽ കൂടെ ചെലവിടുന്ന നിമിഷങ്ങളെ സുന്ദരമായിരിക്കണം. അതിന് പ്രത്യേകത ഉണ്ടായിരിക്കണം. ഇഷ്ടമാണ് നിന്നെ എന്ന് പറയുന്നതുകൊണ്ട് മാത്രം നമ്മളിൽ ആർക്കാ പ്രണയം തോന്നുക? അയാൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കൊച്ചു കൊച്ചു പ്രവൃത്തികളിൽ നിന്നല്ലേ പ്രണയം ഉണ്ടാവുക. വലിയ വലിയ സംഭവങ്ങളൊന്നും ഇതിന് വേണ്ട കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക. എന്തിന്? ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ആ ചെയറൊന്ന് മാറ്റിയിടുക. എന്തിനാ ഇതൊക്കെ? നമുക്കൊരു സങ്കടം വന്നിരിക്കുമ്പോൾ അടുത്ത് വന്നിട്ട് പോട്ടെന്നേ, സാരില്ല എന്ന് പറയുന്നത് പോലും പ്രണയം കൊണ്ടല്ലേ. നമുക്കും അയാളോട് പ്രണയമല്ലേ തോന്നുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ഈസ് മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്. കൂടെ പോരെ, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. രാകേഷ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു സോ മച്ച് എന്ന ലക്ഷ്മി ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് റീനുവിന് അയച്ചു വന്നിട്ടുണ്ട്. അച്ചുവേട്ടാ, ഐ മിസ് യു സോ മച്ച് മൈ ഡിയർ അച്ചുവേട്ടാ എന്ന് ദേവ് പറഞ്ഞിട്ടുണ്ടേ. അൻസാരിക, ഐ അഡോർ യു എന്ന് യുവർ ബെറ്റർ ഹാഫിന് പേരില്ലേ. പിന്നെ രേഷ്മ, നിന്നെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നു എന്ന് സുന്ദർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലവറിന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യോ, റിയലി ഐ മിസ് യു മൻവീട്ട എന്ന് ചിഞ്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്നേഹം ബാക്കി വെച്ച് പോയിട്ടും ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആർക്കാന്ന് പറയാത്തോണ്ട് ആ മെസ്സേജ് ഞാൻ സ്വയം അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് എടുക്കുവാണേ. അജ്മൽ പറഞ്ഞിട്ടുണ്ട്, ഐ എം എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, ഐ ലവ് ക്ലബ് എഫ് എം, ഐ ലവ് ലവ് ബൈറ്റ്സ്. പ്രണയത്തെ സ്നേഹിക്കുന്ന അജ്മൽ, എനിക്ക് അജ്മലിനെ ഇഷ്ടമായി. ഇതുപോലൊരു മെസ്സേജ് അയക്കണോ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക്? നമ്പർ ആൻഡ് ഫോമാറ്റ് ചേട്ടാ പെട്ടെന്ന് തരത്തില്ല, ഈ പാട്ടുകൾക്ക് ശേഷമേ കിട്ടുള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്.